നമസ്കാരം. ജാതക കഥകളിലെ 4-ാമത്തെ കഥ ഭൂതത്തെ തോൽപ്പിച്ച കുരങ്ങന്മാർ. ബോധിസത്വൻ കുരങ്ങന്മാരുടെ രാജാവായി കഴിയുന്ന കാലം. ഒരു ദിവസം അദ്ദേഹം മറ്റു കുരങ്ങന്മാരോടൊപ്പം അടുത്ത കാട്ടിലേക്ക് പോകാൻ ഉറച്ചു. യാത്ര പുറപ്പെടും മുമ്പ് കുരങ്ങന്മാരെല്ലാം അടുത്തു വിളിച്ച് ബോധിസത്വൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നേരത്തെ കുടിച്ചിട്ടില്ലാത്ത തടാകങ്ങളിലെ വെള്ളം കുടിക്കുന്നതിന് മുമ്പും നേരത്തെ തിന്നിട്ടില്ലാത്ത പഴങ്ങൾ തിന്നുന്നതിന് മുമ്പും എന്നോട് ചോദിക്കണം. കുരങ്ങന്മാരെല്ലാം അത് സമ്മതിച്ചു. അവർ യാത്രയായി. ബോധിസത്വൻ ഏറ്റവും പുറകിലായി നടന്നു. കാട്ടിൽ കൂടി ചാടി തിമിർത്ത് കുരങ്ങന്മാർ മുന്നോട്ടു പോയി. അങ്ങനെ കുറേ നേരമായപ്പോൾ എല്ലാവർക്കും കടുത്ത ദാഹവും ക്ഷീണവും. അപ്പോഴതാ അടുത്തൊരു തടാകം, നല്ല തെളിഞ്ഞ വെള്ളം. എല്ലാവർക്കും തടാകത്തിലിറങ്ങി വെള്ളം കുടിക്കണമെന്നുണ്ട്. പക്ഷേ നേതാവിനോട് ചോദിക്കാതെ പാടില്ലല്ലോ. അവർ ബോധിസത്വം വരാൻ കാത്തുനിന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അദ്ദേഹം എത്തി. വന്നപാടെ അദ്ദേഹം ചോദിച്ചു, എന്താ തടാകത്തിലെ വെള്ളം കുടിക്കണം അല്ലേ? വേണം, എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. ബോധിസത്വൻ ഇത്തിരി നേരം ആലോചിച്ചു. ഈ തടാകത്തിൽ വല്ല ഭൂതങ്ങളുമുണ്ടെങ്കിൽ എന്തു ചെയ്യും? അദ്ദേഹം തടാകത്തിനു ചുറ്റും നടന്ന് ശ്രദ്ധിച്ചു നോക്കി. അവിടെയെല്ലാം ഒരുപാട് കാൽപ്പാടുകൾ കണ്ടു. കാര്യം മനസ്സിലാക്കിയ ബോധിസത്വൻ കുരങ്ങന്മാരെ എല്ലാം വിളിച്ച് ആ കാൽപ്പാടുകൾ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് ശ്രദ്ധിച്ചോ? ഈ കാൽപ്പാടുകളെല്ലാം തടാകത്തിലേക്ക് ഇറങ്ങുന്നതാണ്, കയറുന്നതായി ഒന്നുപോലുമില്ല. അപ്പോഴേക്കും ഭീകരമായ ഒരലർച്ച കേട്ട കുരങ്ങന്മാർ ഞെട്ടിത്തെറിച്ചു. അതാ ഒരു ഭൂതം മുമ്പിൽ നിൽക്കുന്നു. അവൻ ബോധിസത്വനോട് ചോദിച്ചു, എന്താ, ആർക്കും വെള്ളം കുടിക്കണ്ടേ? ബോധിസത്വൻ പറഞ്ഞു, വേണം, ഞങ്ങൾ ഈ തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ പോവുകയാണ്. അത് കേട്ട് ഭൂതം ക്രോധത്തോടെ പറഞ്ഞു, എൻ്റെ അനുവാദം കൂടാതെ ആരും തടാകത്തിൽ ഇറങ്ങരുത്. ഇറങ്ങിയാൽ തടാകത്തിലിറങ്ങാതെ വെള്ളം കുടിച്ചാലോ? ബോധിസത്വൻ ചോദിച്ചു. ഒരു വിരോധവുമില്ല, എന്നാൽ അതൊന്ന് കാണട്ടെ എന്നായി ഭൂതം. ബോധിസത്വൻ പറഞ്ഞത് കേട്ട് കുരങ്ങന്മാർ അത്ഭുതപ്പെട്ടു. തടാകത്തിലിറങ്ങാതെ എങ്ങനെയാണ് വെള്ളം കുടിക്കുക? ആ തടാകത്തിനു ചുറ്റും ധാരാളം ഈറ്റക്കാടുകളുണ്ട്. ബോധിസത്വൻ കുരങ്ങന്മാരെ എല്ലാം വിളിച്ച് ഓരോ ഈറ്റക്കുഴലുകൾ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അവർ ഈറ്റക്കുഴലുമായി വന്നു. ഇനി കാലുകൾ വെള്ളത്തിൽ തൊടാതെ കരയ്ക്ക് നിന്ന് ഈ കുഴൽ കൊണ്ട് വെള്ളം വലിച്ചു കുടിച്ചോളൂ, ബോധിസത്വൻ പറഞ്ഞു. കുരങ്ങന്മാരെല്ലാം ദാഹം തീരുവോളം അങ്ങനെ വെള്ളം കുടിച്ചു. കുരങ്ങിറച്ചി തിന്നാൻ കൊതിച്ചു വന്ന ഭൂതം നിരാശനായി തിരിച്ചുപോയി. നന്ദി.